ഇടത് വലത് മുന്നണികളെ രൂക്ഷമായി പരിഹസിച്ച് ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ തൃശൂരിൽ 60,000 വോട്ട് ചേർത്തെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കെട്ടിത്തൂങ്ങി ചാകുന്നതാണ് നല്ലതെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ പുറത്തുവരുന്ന ആരോപണങ്ങൾ CPM-ന്റെ വകയാണ്. വീട്ടമ്മയെ കൊണ്ട് ആർക്കും എന്തും പറയിപ്പിക്കാം. അന്ന് ആക്ഷേപം ഉന്നയിക്കാത്ത ആളുകളാണ് ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ പരാതി ഉണ്ടായിരുന്നുവെങ്കിലും നടപടിയെടുക്കേണ്ടത് BJP അല്ലല്ലോ എന്നും സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. തൃശ്ശൂരിൽ വന്ന് തലകുത്തി മറിഞ്ഞാലും ഇവിടെ ജയിക്കില്ല എന്നുള്ളതായിരുന്നു. 75,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത്. കേരളത്തിലെ ഒരു മന്ത്രി പറയുകയാണ് 60,000 വോട്ട് അദ്ദേഹം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം, തൃശ്ശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണമെന്ന്. എനിക്ക് LDF-നോടും UDF-നോടും നേതാക്കന്മാരോട് പറയാനുള്ളത്, 60,000 വോട്ട് ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിരിക്കുകയായിരുന്നു? ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. വീട്ടമ്മ പറയുന്നത്, വീട്ടമ്മയെ കൊണ്ട് ഇപ്പൊ ആർക്ക് വേണം എന്ത് വേണം പറയിപ്പിക്കാം. ഇവിടെ BLO ഉണ്ടായിരുന്നു, എല്ലാ ഉദ്യോഗസ്ഥന്മാരും സർക്കാരിന്റെ ആൾക്കാരായിരുന്നു. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുത്തത് സർക്കാരിന്റെ ആൾക്കാരാണ്, പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളുമാണ്. അന്നൊന്നും ആക്ഷേപം ഉന്നയിക്കാത്ത ആൾക്കാര് ഇപ്പൊ ഏതോ ഒരു സ്ത്രീ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച സുരേഷ് ഗോപി കള്ളവോട്ട് ചെയ്താണ് ജയിച്ചതെന്ന് പറയാനാണ് നിങ്ങൾ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ, ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് പോവാൻ ഞങ്ങൾ പോയിട്ടുണ്ട്, ഞങ്ങൾ ഇപ്പോഴും പോയിട്ടുണ്ട്.